സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നവരാണ് കുഞ്ഞാലി മരയ്ക്കാർമാർ. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരയ്ക്കാർമാർ. മരയ്ക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയാണ്. മരയ്ക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരി. ഈ കുഞ്ഞാലിമാരുടെ ആസ്ഥാനം കോട്ടയ്ക്കലാണ്. പ്രധാനമായിട്ട് നമുക്ക് 4 കുഞ്ഞാലിമാരെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. കുഞ്ഞാലി മരയ്ക്കാർ ഒന്നാമന്റെ പേരാണ് കുട്ടി അഹമ്മദ് അലി. അപ്പോൾ ഒന്നാമൻ അഹമ്മദ് അലിയാണ്. കുഞ്ഞാലി മരയ്ക്കാർ രണ്ടാമന്റെ യഥാർത്ഥ നാമമാണ് കുട്ടി പോക്കർ അലി. കുഞ്ഞാലി മരയ്ക്കാർ രണ്ടാമൻ പോക്കർ അലി. മൂന്നാമന്റെ പേരാണ് പടുമരയ്ക്കാർ അല്ലെങ്കിൽ പട്ടുമരയ്ക്കാർ എന്നറിയപ്പെടുന്നു. പടുമരയ്ക്കാർ അല്ലെങ്കിൽ പട്ടുമരയ്ക്കാർ. നാലാമന്റെ പേരാണ് മുഹമ്മദ് അലി മരയ്ക്കാർ. മുഹമ്മദ് അലി മരയ്ക്കാർ. അപ്പോൾ 1524 കുഞ്ഞാലി ഒന്നാമൻ പോർച്ചുഗീസുകാരുമായി ശക്തമായി ഏറ്റുമുട്ടി. അപ്പോൾ ഈ ഏറ്റുമുട്ടലിൽ നമ്മുടെ പോർച്ചുഗീസുകാർ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. എപ്പോഴാണ്? 1524. അങ്ങനെ ലോപ്പോ വാസ് ഡി സാമ്പായോ എന്ന പോർച്ചുഗീസ് ഗവർണർ കുഞ്ഞാലി ഒന്നാമന്റെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു. അങ്ങനെ അതിന്റെ ഫലമായിട്ട് 1528 കുഞ്ഞാലി ഒന്നാമനുമായിട്ട് പോർച്ചുഗീസ് സൈന്യം യുദ്ധത്തിലേർപ്പെടുകയും ആ സമയത്ത് നമ്മുടെ കുഞ്ഞാലി ഒന്നാമൻ പരാജയപ്പെട്ട് തടവിലാക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ആരാണ് പോർച്ചുഗീസ് ഗവർണർ ആയിരുന്നത്? ലോപ്പോ വാസ് ഡി സാമ്പായോ എന്ന ഗവർണറാണ് എന്ത് ചെയ്യുന്നത്? 1528 കുഞ്ഞാലി ഒന്നാമനുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടിട്ട് നമ്മുടെ ഒന്നാമനെ എന്ത് ചെയ്യുന്നത്? തടവിലാക്കുന്നത്. ഈ അവസരത്തിൽ കുഞ്ഞാലി ഒന്നാമന്റെ മകനായിട്ടുള്ള കുഞ്ഞാലി രണ്ടാമൻ, അതായത് കുട്ടി പോക്കർ അലി എന്ത് ചെയ്തു? നാവികപ്പടയുടെ അധികാരത്തിലെ ചുമതലയേറ്റു. അങ്ങനെ ഈ കുട്ടി പോക്കർ അലി പോർച്ചുഗീസ് സൈന്യത്തിന്റെ ശ്രീലങ്കയിലുള്ള വ്യാപാരം മുഴുവൻ ആക്രമിച്ച് നശിപ്പിച്ചു. കുട്ടി പോക്കർ അലി എവിടെയാണ്? ശ്രീലങ്കയിലുള്ള പോർച്ചുഗീസ് സൈന്യത്തിന്റെ വ്യാപാരം മുഴുവൻ ആക്രമിച്ച് എന്ത് ചെയ്തു? നശിപ്പിച്ചു. അങ്ങനെ തൊട്ടടുത്ത വർഷം 1529 പുതിയ പോർച്ചുഗീസ് ഗവർണർ വരികയാണ്. പുതിയ പോർച്ചുഗീസ് ഗവർണറായിട്ടുള്ള ന്യൂനോ ഡാ കുൻഹ അധികാരത്തിൽ വന്നു. ആരാണ്? ന്യൂനോ ഡാ കുൻഹ. അങ്ങനെ ഈ കുഞ്ഞാലിമാരുടെ ആക്രമണം നേരിടാൻ വേണ്ടിയിട്ട് 1531 പോർച്ചുഗീസുകാർ, അതായത് ഈ ന്യൂനോ ഡാ കുൻഹയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ഒരു കോട്ടയാണ് ചാലിയം കോട്ട എന്ന് പറയുന്ന. എപ്പോഴാണ്? 1531. അപ്പോൾ ഈ കോട്ടയെ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് ഈ ഒരു കോട്ട നിർമ്മിക്കാൻ ഇവർക്ക് സ്ഥലം കൊടുത്തത് വെട്ടത്തുനാട് രാജാവാണ്. അപ്പോൾ വെട്ടത്തുനാട് രാജാവാണ് ചാലിയം കോട്ട നിർമ്മിക്കാനുള്ള സ്ഥലം പോർച്ചുഗീസുകാർക്ക് നൽകിയത്. അപ്പൊ ഇതിനെ എന്താണ് വിളിക്കുന്ന? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ഈ ഒരു ചാലിയം കോട്ടയാണ്. അപ്പോൾ ഈ ചാലിയം കോട്ടയിൽ ഇരുന്നുകൊണ്ട് എന്താണ് നമ്മുടെ കുഞ്ഞാലിമാരുടെ സൈന്യത്തേക്ക് നന്നായിട്ട് വീക്ഷിക്കാനും അവർക്കെതിരെ യുദ്ധം ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് ഇവർ ഈ ചാലിയം കോട്ട നിർമ്മിച്ചത്. അങ്ങനെ ആ ഒരു വർഷം, അതായത് 1531 ചാലിയം കോട്ട പണിയുന്നത്. ആ 1531 തന്നെ നമ്മുടെ കുട്ടി അഹമ്മദ് അലീനെ വധിക്കപ്പെട്ടു. കുട്ടി അഹമ്മദ് അലി വധിക്കപ്പെട്ടു. അപ്പൊ കുട്ടി അഹമ്മദ് അലീനെ തടവിലാക്കി വച്ചിരിക്കുകയായിരുന്നല്ലോ. 1531 കുട്ടി അഹമ്മദ് അലി വധിക്കപ്പെട്ടു. പിന്നീട് 1571 കുഞ്ഞാലി മൂന്നാമൻ വരുന്നത്. കുഞ്ഞാലി മൂന്നാമൻ വന്ന് എന്ത് ചെയ്തു? ഈ ചാലിയം കോട്ട എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. ചാലിയം കോട്ട പിടിച്ചെടുക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. അങ്ങനെ ഈ മരയ്ക്കാർ കോട്ട അല്ലെങ്കിൽ കുഞ്ഞാലിമാരുടെ ആസ്ഥാനമാണ് മരയ്ക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട. അത് നിർമ്മിച്ചത് ഈ കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. അത് കഴിഞ്ഞ് മെയിനായിട്ട് വരുന്നത് 1595 കുഞ്ഞാലി മരയ്ക്കാർ നാലാമൻ അധികാരത്തിൽ വരുന്നത്. 1595 ഈ നാലാമനെ മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നാലാമനെയാണ്. ഈ നാലാമന്റെ യഥാർത്ഥ നാമം നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? 4 അലി, മുഹമ്മദ് അലി മരയ്ക്കാർ. മുഹമ്മദ് അലി മരയ്ക്കാർ ആണ്. 1598 സാമൂതിരിയും പോർച്ചുഗീസുകാരും ചേർന്ന് മരയ്ക്കാർ കോട്ട ആക്രമിക്കുകയും കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഈ കുഞ്ഞാലിയും അതുപോലെ സാമൂതിരിയും തമ്മിലുള്ള ബന്ധം പ്രതിസന്ധിയിലായി. അങ്ങനെ എന്താണ്? കുഞ്ഞാലി നാലാമന്റെ നാവിക പടയ്ക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പൊ കുഞ്ഞാലിയും മരയ്ക്കാർമാരും സാമൂതിരിയും തമ്മിലൊരു പ്രതിസന്ധി ഉണ്ടായി. എന്നാൽ ഈ യുദ്ധത്തില് പോർച്ചുഗീസുകാരും
സാമൂതിരിയും പരാജയപ്പെട്ടു. പിന്നീട് ആൻഡ്രോ ഫുട്നോവ് എന്ന പോർച്ചുഗീസുകാരുടെ സഹായത്തോടെ സാമൂതിരി കുഞ്ഞാലിക്കോട്ട 1600 വീണ്ടും ആക്രമിച്ചു. ആൻഡ്രോ ഫുട്നോവ് എന്ന പോർച്ചുഗീസുകാരുടെ സഹായത്തോടെ കൂടിയാണ്. ഈ യുദ്ധത്തിൽ കുഞ്ഞാലി മരയ്ക്കാർ പരാജയപ്പെടുകയും പോർച്ചുഗീസുകാർ ഇദ്ദേഹത്തെ ഗോവയിൽ കൊണ്ടുപോയി വധിക്കുകയും ചെയ്തു. 1600 കുഞ്ഞാലി മരയ്ക്കാർ നാലാമൻ എന്ത് ചെയ്യുന്നത്, വധിക്കുന്നത്. ഗോവയിൽ വെച്ചിട്ടാണ് വധിക്കുന്നത്. മാരുടെ സ്മരണയ്ക്കായിട്ട് നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ ഒരു പരിശീലന കേന്ദ്രം എവിടെയാണ്, ഏതാണ്? INS കുഞ്ഞാലി. അത് മുംബൈയിലാണ്. അടുത്ത് കുഞ്ഞാലി മരയ്ക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2000. ഓക്കെ. അടുത്ത് കുഞ്ഞാലി മരയ്ക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങലാണ്, വടകര. ഇരിങ്ങൽ, വടകര. ഇനി നമുക്ക് പോർച്ചുഗീസുകാരിലെ കുറച്ച് കൃതികളാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. തുഹ്ഫത്തുൽ മുജാഹിദീൻ ഇതെന്ന് പറയുന്ന പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരയ്ക്കാറും നടത്തിയ പോരാട്ടങ്ങളെ വിവരിക്കുന്ന ഒരു കൃതിയാണ്. പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിനെതിരെ ആരൊക്കെ? കോഴിക്കോട് സാമൂതിരിയും കുഞ്ഞാലി മരയ്ക്കാറും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഇത് രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. ഷെയ്ഖ് സൈനുദ്ദീൻ. ഓക്കെ. ഈ കൃതിയെ കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചരിത്രകൃതിയായിട്ടാണ് പണ്ഡിതന്മാര് കണക്കാക്കുന്നത്. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്രകൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്നത് ഈ കൃതിയാണ്. ഇതിന്റെ ഭാഷ അറബിയാണ്. അതുപോലെ കാലഘട്ടം 16-ാം നൂറ്റാണ്ടാണ്. ഓക്കെ. ഇനി അടുത്ത കൃതി ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്ന. ഫത്ഹുൽ മുബീൻ, അതായത് അതിന്റെ അർത്ഥം വ്യക്തമായ വിജയം എന്നാണ്. അത് ആരാണ് എഴുതിയത്? ഖാസി മുഹമ്മദാണ് ആ ഒരു കൃതി എഴുതിയത് കേട്ടോ. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയൊരു കൃതിയാണ് ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് 2 പോയിന്റ് കൂടെ ഉണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാർ എവിടെയാണ്? ഗോവയിലാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിശാല സ്ഥാപിച്ചത് ഗോവയിലാണ്. കേരളത്തിൽ അച്ചടി നടപ്പിലാക്കിയതും നമ്മുടെ ഈ പോർച്ചുഗീസുകാർ തന്നെയാണ്. ഓക്കെ. കേരളത്തിൽ അച്ചടി നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ്. അതെവിടെയൊക്കെയാണ്? കൊച്ചിയിലും വൈപ്പിനിലും ഒക്കെയാണ് കേരളത്തിൽ അച്ചടിശാല ആരംഭിച്ച സ്ഥലങ്ങൾ വരുന്നത്. പിന്നെ ഓക്കെ